ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ പശുക്കളുടെ എല്ലാം ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണിക്കാനും നമ്മളെ വിശേഷങ്ങളെല്ലാം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പശുക്കൾ ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പേരെ കൊടുത്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഒരു മണിയുണ്ട്, മണിയുടെ ഇപ്പോഴത്തെ ഒരു പെങ്കൊച്ചുണ്ട്, അമ്മിണി, അമ്മയുടെ മോൻ, പിന്നെ വേറെ ഒരു 3 പശുക്കളാക്കളും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇവരെല്ലാം കുറച്ച് ക്ഷീണമുണ്ട്. ഇപ്പോൾ ഈ നിറവ് വെള്ളമെല്ലാം കുടിച്ചിരിക്കുന്നതിൻ്റെ ഒരു നിറവാണ് ഈ കാണുന്നത്. ആൾക്കാർക്ക് കുറച്ച് ക്ഷീണമാണ്. ഇപ്പോൾ നമ്മളുടെ ഫാമിൻ്റെ ഒരു അവസ്ഥ പോവുകയാണ്, പശുക്കളുടെ ഫാമിൻ്റെ ഒരു അവസ്ഥ പോവുകയാണെങ്കിൽ നഷ്ടത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ പശുക്കൾക്കൊന്നും ചെന പിടിച്ചിട്ടില്ല. ഇപ്പോൾ അമ്മിണി ആ ഗിർ പശു പ്രസവിച്ചിട്ട് 8 മാസം കഴിഞ്ഞു. ആ പശുവിന് ഇതുവരെയും ചെന പിടിച്ചിട്ടില്ല. ഇപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അതിനെ ഇൻസെമിനേറ്റ് ചെയ്തു, ചെന പിടിച്ചില്ല, ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പോൾ അവസാനം 2 പ്രാവശ്യം ഹീറ്റായിട്ട് പിന്നെ കുത്തി വെച്ചിട്ടില്ല. പിന്നെ നമ്മളുടെ വേറെ പശുക്കളുണ്ടായതിലൊന്നും ഹീറ്റ് ആവാണ്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്തൊരു ബുള്ളാണ് ഈ കാണുന്നത്, വെച്ച് വരുന്ന പ്യുവർ ബ്രീഡ് ബുള്ളാണ് കൊണ്ടുവന്നപ്പോൾ ഉള്ള വീഡിയോ ഉണ്ടത്. അപ്പോൾ അവിടെ ഇച്ചിരി ക്ഷീണമൊക്കെ ആയിരുന്നു. ഇപ്പോൾ കറൻലി ഇന്നത്തെ ഒരു വീഡിയോ ആണ് നമുക്കിനി കാണാനുള്ളത്. ഇതാണ് നമ്മളുടെ ബുള്ളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ആൾ കുറച്ച് ഉഷാറായി നല്ല ഇറച്ചിയൊക്കെ കയറി നല്ല ഗുണ്ടപ്പനായി വന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വെച്ചൂരിന് 2 വയസ്സ് കഴിഞ്ഞാൽ പ്യുവർ ബ്രീഡ് നല്ല സ്റ്റഡിങ് ബുള്ളാണ്. നമ്മളുടെ മണീനെ അവനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പശു നമ്മൾ കൊടുത്ത ഐഷ എന്ന് പറഞ്ഞ പശുവിൻ്റെ പുങ്കന്നൂർ ക്രോസ് പശുക്കുട്ടിയാണ്. അവൾക്ക് ലംബി സ്കിൻ വന്നായിരുന്നു. പിന്നെ ഇത് ആ ഐഷയുടെ തന്നെ നമ്മൾ മേടിച്ചപ്പോൾ ഉള്ള പശുക്കുട്ടിയാണ്. ഇവൾക്ക് 3 വയസ്സായി. ഇവളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവൾ ഇതുവരെയും ഹീറ്റായിട്ടില്ല. നമ്മൾ ഹീറ്റാളെ മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്, ഇവൾക്ക് കൊടുത്തായിരുന്നു, ഇതുവരെയും ഹീറ്റായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സങ്കടത്തിലാണ്, ഇറച്ചിക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 2-3 മാസം കൂടി നോക്കിയിട്ടും ഹീറ്റ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ 2 റൗണ്ട് മരുന്നെല്ലാം കൊടുത്തായിരുന്നു, എന്നിട്ടും ഒരു അനക്കവും ഇല്ലാണ്ട് നിൽക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെ വലിയൊരു സങ്കടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഏതൊരു ഫാമിംഗ് മേഖലയിലും അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഈ കാണുമ്പോൾ ഉള്ള ഈ ഒരു സന്തോഷം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ കുറേയേറെ പ്രശ്നങ്ങൾ നമ്മൾ ഡെയിലി തരണം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകെ ഒരു സന്തോഷം നമ്മുടെ ഓർക്കിഡുകളെല്ലാം പൂത്തിട്ടുണ്ട് ഏകദേശം. അതാണ് ഇപ്പോൾ ആകെ ഒരു ഇച്ചിരി സന്തോഷമുള്ള കാര്യം എന്ന് പറയാൻ. കുറേ ഡാമേജ് ആയി പോയതെല്ലാം നമ്മൾ പിന്നെ വളങ്ങളെല്ലാം ചെയ്ത് പുതിയ ചെനപ്പുകൾ വന്ന് പൂത്ത് തുടങ്ങി. ആ ഒരു ഹാപ്പിനെസ്സാണ് നമുക്ക് നമ്മുടെ ഫാമിലി ഇപ്പോൾ ആകെ ഉള്ളത്. പിന്നെ കോഴികളുടെയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോഴിയുടെ ബിസിനസ് സംബന്ധിച്ച് കുറച്ച് വെച്ചാണ്. കാരണം നമ്മുടെ ഇൻക്യുബേറ്റർ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് ഒരെണ്ണം കംപ്ലൈൻ്റ് ആയി, അത് ശരിയായി കുറച്ച് 10-300 മുട്ടയുടെ അടുത്ത് ഏകദേശം പോയായിരുന്നു. അത് പോയി, അതൊന്ന് റെഡിയായി വന്നപ്പോൾ അത് അടുത്ത 2 ഇൻക്യുബേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ ഹാച്ചർ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ശരിയാക്കണം. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തരണം ചെയ്ത് നമ്മളെല്ലാം റെഡിയാക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.